നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്റ്റോക്കിനെ കുറിച്ചാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഇന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാറ്റാ സെൻറ്റർ വ്യവസായം, അതിൽ നിന്നും ഗുണം ലഭിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, AI-യുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ ആവിർഭാവത്തോട് കൂടിയിട്ട് ഇവയെ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ വന്നതൊന്നുമല്ല, അതിനു മുമ്പേ ഉണ്ടായിരുന്നു. കാരണം ലാർജ് സ്കെയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡാറ്റാ സെൻറ്റേഴ്സ് ഇല്ലാതെ മുമ്പോട്ടൊരു പോക്ക് അസാധ്യമായിരുന്നു. പക്ഷേ ഒരു ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഹൈ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും ഒക്കെയുള്ള ഡാറ്റാ സെൻറ്റേഴ്സ്, വലിയ ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഡാറ്റാ സെൻറ്റേഴ്സ്, ഇവയുടെയൊക്കെ ആവശ്യകത ഉയർന്നു വന്നത് നമ്മുടെ AI-യുടെയൊക്കെ ആവിർഭാവത്തോടു കൂടിയാണ്. അപ്പോൾ ഹൈ പെർഫോമിംഗ് ചിപ്പുകളുടെ ലഭ്യതയായിരുന്നു ആദ്യകാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നെവാലയുടെ GPU ചിപ്സെറ്റുകൾ, യഥാർത്ഥത്തിൽ GPU ചിപ്സെറ്റുകൾ ഉണ്ടാക്കിയത് ഹൈ പെർഫോമൻസ് ഗ്രാഫിക്കൽ യൂട്ടിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നീട് അത് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ആദ്യകാലത്തെ AI-യുടെയൊക്കെ തുടക്കകാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതേപോലത്തെ GPU ചിപ്സെറ്റ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ വലിയൊരു പരിധി വരെ ഇന്ന് ആവശ്യത്തിനോ ആവശ്യത്തിലേറെയോ GPU ചിപ്സെറ്റുകൾ മിക്ക കമ്പനികളുടെയും കയ്യിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ലഭ്യതയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു. മറ്റൊന്നുള്ളത് ആദ്യകാലത്തുണ്ടായിരുന്നത് AI ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റാ സയൻസുമായിട്ടോ ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ലാന്നായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ആകെ ഇപ്പോൾ ഉള്ള ഒരൊറ്റ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് വേണ്ട ഒരു സാധനത്തെക്കുറിച്ചാണ്, അതായത് പവറിൻ്റെ ലഭ്യതയേക്കാളും കൂടുതൽ അത് ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മിക്ക കമ്പനികളും കാണുന്നത്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ AI ഡാറ്റാ സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഒരു കമ്പനികൾ എത്രത്തോളം ലാഭം നൽകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളൊക്കെ പലരും പ്രകടിപ്പിച്ചു തുടങ്ങി. അത് US മാർക്കറ്റിലൊക്കെ പലപ്പോഴും പ്രതിഫലിക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പഴഞ്ചൊല്ലുകൾ പറയുന്നത് പോലെ എല്ലാവരും സ്വർണം കുഴിച്ച് സ്വർണം കണ്ടെത്താൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഈ സ്വർണം കുഴിക്കാൻ വേണ്ടിയുള്ളവർക്ക് പിക്കാക്സും തൂമ്പിയൊക്കെ വിൽക്കുന്നതാണ് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്ന പോലെ ഡാറ്റാ സെൻറ്ററും AI-യുടെയും പുറകെയൊക്കെ എല്ലാവരും പോകുമ്പോൾ പവർ ആൻസിലറീസും പവർ പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനികളാണ് താരതമ്യേന ദീർഘകാലത്തേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, കാര്യമായിട്ട് റിസ്ക് ഇല്ലാതെ. കാരണം AI-യുടെ പ്രത്യക്ഷത്തിലുള്ള ചാഞ്ചാട്ടങ്ങളോ അവയിലുള്ള ഒരു ടെക്നിക്കൽ വയബിലിറ്റിയുടെ പ്രശ്നങ്ങളോ ഒന്നും ഈ പറഞ്ഞ കമ്പനികളെ ബാധിക്കില്ല. കാരണം ഇവയെല്ലാം പ്രോക്സി കമ്പനികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇത്തരത്തിലുള്ളൊരു കമ്പനിയെക്കുറിച്ച് നമ്മൾ 2024 ജൂലൈയിൽ ഒന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിറ്റാച്ചി ആയിരുന്നു. അന്ന് അതിന് ഏകദേശം 13,000 രൂപയോ 12,000 രൂപയോ മറ്റോ ആയിരുന്നു വില. ഇന്ന് ഏകദേശം 21,000 22,000 രൂപ മറ്റോ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഹെവി വെയിറ്റ് കമ്പനിയാണ് എന്നുള്ളൊരു പ്രശ്നങ്ങളും ഇത്ര വലിയൊരു തുക പലർക്കും മുടക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അന്ന് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 12,000 രൂപയായിരുന്നു. അത് തന്നെ വലിയൊരു പൈസയാണ്, അത് പലർക്കും കയ്യിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ പലരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സത്യവുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയിലേക്ക് വരാം. ഈ ഒരു കമ്പനി യഥാർത്ഥത്തിൽ വളരെ പഴയതാണ്. GE Vernova T&D ആണ്. GEയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ പഴക്കം ചെന്ന ഒരു കമ്പനിയാണ്. T&D എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒത്തിരിയേറെ എനർജി ആൻസിലറി, പവർ പ്രോസസ്സിംഗ് ആൻസിലറി കമ്പനികൾ, പ്രോസസ്സിംഗ് കമ്പനികൾ ഇവയെല്ലാം ഒത്തിരിയേറെ ഉണ്ട്. പക്ഷേ ഈ ഒരു കമ്പനി പ്രത്യേകമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ നോക്കി കാണുമ്പോൾ കാണുന്നൊരു കാര്യം, ടെക്നോളജി വൈസ് സീമെൻസുമായിട്ടോ അല്ലെങ്കിൽ ABB ആയിട്ടോ വലിയൊരു പരിധിവരെ കിടപിടിക്കാൻ കഴിയും. പക്ഷേ അതേസമയം തന്നെ വാല്യുവേഷൻ വൈസ് കുറച്ച് എമേർജിങ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. കൂടാതെ പുതുതായിട്ട് ബാറ്ററി സ്റ്റോറേജിലേക്കുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റും ഇൻസ്റ്റലേഷനിലേക്കും ഇംപ്ലിമെൻറ്റേഷനിലേക്കും വേണ്ടി ഇറങ്ങി എന്നുള്ളതും, അതുപോലെ ഗ്രിഡ് സ്കെയിൽ ആർക്കിടെക്ചറിലേക്ക് വേണ്ടിയിട്ട്, അതായത് സോളാർ, തെർമൽ, PSPP ഇവയിലേക്കുള്ള പുതിയ പ്രോഡക്ട്സിൻ്റെ ഒരു പരിചയപ്പെടുത്തലും, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കമ്പനിയെ ഒന്ന് വിശകലനം ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം. GE Vernova പാരമ്പര്യമായിട്ടുള്ള കുറേ പ്രോഡക്ട്സും ടെക്നോളജീസും ഒക്കെയുണ്ട്. സിങ്ക്രണസ് കണ്ടൻസേഴ്സ്, സ്റ്റാറ്റ്കോം എന്നൊക്കെ പറയുന്നത്. ഇവ കൂടാതെ റെയിൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി കൺവേർട്ടേഴ്സ്, ബൂസ്റ്റേഴ്സ് എന്നുള്ള കുറേ വിദ്യകളൊക്കെ ഉണ്ട്. പവർ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയുമായിരിക്കും, കേട്ടിട്ടുണ്ടാവാം ഇവയെക്കുറിച്ച്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ, കൂടാതെ അതിൻ്റെ ഓട്ടോമേഷനും വേണ്ടിയിട്ടുള്ള ABB പോലെയോ സീമെൻസ് പോലെയുള്ള കുറച്ച് ചെറിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. പ്രൊഫഷണൽ എനർജി സിസ്റ്റംസും സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് ബെഞ്ചസും ഒക്കെ ഉണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന റവന്യൂ തുച്ഛമാണ്. 0.05% മാത്രമേ ഉള്ളൂ.
അത് ഒന്നുകിൽ തുടക്കപ്പെട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അത് വലിയൊരു പോർട്ട്ഫോളിയോ ആയിട്ട് കരുതുന്നില്ല എന്നർത്ഥം. പക്ഷേ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബാറ്ററി എനർജി സ്റ്റോറേജും ഡാറ്റാ സെൻറ്റർ എനർജി സ്റ്റോറേജും ഈ രണ്ട് കാര്യങ്ങളിലാണ് അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ ഒരു കമ്പനി മോശമില്ലാത്ത റവന്യൂ ഉണ്ടാക്കും എന്ന് നമ്മൾ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഇലക്ട്രിക്കൽ എനർജിയുടെ ഏകദേശം 2% ഉപയോഗിക്കപ്പെടുന്നത് ഡാറ്റാ സെൻറ്റേഴ്സാണ്. 2030 ആകുമ്പോഴേക്കും ഇത് 6 മുതൽ 8% വരെ ആയിക്കാം എന്നാണ് മക്കിൻസിയുടെ പ്രൊജക്ഷൻസ്. അപ്പോൾ ഈ കൺസംഷൻ കൂടുന്ന കൂടെ തന്നെ ആ മേഖലയിലുള്ള കമ്പനികളുടെയും പ്രോസ്പെക്ട്സ് വർദ്ധിക്കും. അപ്പോൾ എല്ലാവരും ആലോചിക്കും എന്തുകൊണ്ട് ഊർജ്ജ ഉൽപ്പാദന കമ്പനികളെ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളത്. ഊർജ്ജ ഉൽപ്പാദന കമ്പനികൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവ അതാത് നാടുകളിലെ ഗവൺമെൻറ്റുകളുടെ പോളിസികളുമായിട്ട് കണ്ടമാനം കൂടിച്ചേർന്ന് കിടക്കുന്നു. മാർജിൻസൊക്കെ മെച്ചമാകാമെങ്കിൽ കൂടിയും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് എനർജി ആൻസിലറി കമ്പനികളെ തിരഞ്ഞെടുക്കാം എന്ന് കരുതിയത്. നമുക്ക് പെട്ടെന്ന് ജിയുടെ നമ്പേഴ്സിലേക്ക് പോവാം. മാർക്കറ്റ് ക്യാപ്പ് വെറും 78,000 കോടി രൂപയോളം മാത്രമേ ഉള്ളൂ. പി റേഷ്യോ 85 എനർജി ആൻസിലറി കമ്പനികളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ഉയർന്ന പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത്ഭുതപ്പെടാനില്ല. കാരണം ക്യാപെക്സ് സ്പെൻഡിങ് വളരെ കൂടുകയും അതിൻ്റെ അകത്തുനിന്നുള്ള റിട്ടേൺസ് കാര്യമായിട്ട് ലഭ്യമായി തുടങ്ങുകയും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3000 രൂപയുടെ മുകളിലാണ്. പ്രൈസ് ടു സെയിൽസ് 15 മുകളിലാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ബാക്കിയുള്ള കമ്പനികളൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് വാല്യൂഷനായി തോന്നുമെങ്കിൽ കൂടിയും സെക്ടർ വൈസ് നമ്മൾ കുറച്ചൊരു ഇൻഡെപ്തായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതൊരു ഭീകരമായിട്ടുള്ളൊരു വാല്യൂഷനായിട്ട് തോന്നില്ല. അതാണ് യാഥാർത്ഥ്യം. സെയിൽസ് ക്രമാനുഗതമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ 26% എന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നിലനിർത്തുന്നു. 15 മുകളിലുള്ള ഏത് പ്രോഫിറ്റ് മാർജിൻസ് ആണെങ്കിലും ഈ ഒരു മേഖലയിൽ ഞാൻ സന്തുഷ്ടി കണ്ടെത്തുന്ന ഒരു നമ്പറാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കുറച്ചൊരു അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ്, ക്യാഷ് കൺവേർഷൻ സൈക്കിള്, ഇൻവെൻറ്ററി ഡേയ്സ് ഇവയെല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് നോക്കിക്കാണേണ്ടതാണ്. അവയെല്ലാം മോശമില്ലാത്ത ഒരു നമ്പേഴ്സാണ് തരുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ROC 55% നിലനിർത്തുന്നു. പ്രൊമോട്ടർ ഹോൾഡിംഗ് 51%, 7% പബ്ലിക് ഹോൾഡിംഗ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ബുക്ക് നിലനിർത്തുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 8,000 കോടി രൂപയുടെ ഇൻറ്റേർണലി ഫണ്ടഡ് ക്യാപെക്സ് സ്പെൻഡിങ് പുതുതായിട്ട് നിക്ഷേപങ്ങൾ നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ബോർഡിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങളൊക്കെ ഹോസൂറിലും പടപ്പയിലും വഡോദരയിലുമുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അടുത്തതായിട്ട് നിക്ഷേപകരെ കുറിച്ചാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം 3000 ചില്ലറ രൂപയ്ക്കൊക്കെയാണ്. ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതിന് വലിയൊരു തെറ്റില്ല. പൊസിഷൻ സൈസിങ് കണക്കാക്കിയിട്ട് ഒരു 3200 എന്ന വില നിലവാരത്തിന് മുകളിലേക്ക് പോകുമ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സുരക്ഷിതം. അടുത്തൊരു 2 മുതൽ 3 വർഷങ്ങൾക്കുള്ളിൽ ഒരു 100% റിട്ടേൺസ് ലഭ്യമാവുക എന്ന് പറയുന്നത് ഒരു അത്ഭുതാവഹമായിട്ടുള്ളൊരു കാര്യമല്ല. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ, അതായത് ഒരു വർഷത്തിൻ്റെ താഴെ 20 മുതൽ 30% വരെയുള്ള ഒരു നേട്ടം അവ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. കാരണം അടുത്തൊരു 2-3 ക്വാർട്ടറുകൾ നന്നായിരിക്കും എന്നാണ് നമുക്ക് റോ മെറ്റീരിയൽ കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ ക്യാപെക്സ് സ്പെൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും തത്തുല്യമായിട്ടുള്ളൊരു റിസർവ്സുള്ളൊരു കോട്ടം അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്ക വയ്യ. കാരണം കംപ്ലീഷനോട് അടുക്കുന്ന പ്രോജക്ട്സ് ജാനുവരി, ഫെബ്രുവരി, അത് അടുത്ത ക്വാർട്ടറിൽ കുറച്ചെണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ദീർഘകാലത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിരിക്കും. എന്തും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് കണക്കാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കണക്കാക്കുക. സമാനമായിട്ടുള്ള സെക്ടറുള്ള ഒട്ടനേകം സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഹിറ്റാച്ചി, ABB, സീമെൻസ് ഇവയെല്ലാം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും സിമിലർ സെക്ടറുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഒരു സെക്ടർ ബാലൻസിങ് നിങ്ങൾ കണക്കിലെടുക്കുക എന്തിലും നിക്ഷേപിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതോടുകൂടി ഈ അധ്യായം പൂർണ്ണമാകുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.